ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാവേളയിൽ ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവം ഭാഗ്യം നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ തിരുവചനത്തിൽ നിന്നും ചിന്തിച്ചത് മനുഷ്യനും മരണാനന്തര ജീവിതവും എന്നുള്ള വിഷയമായിരുന്നു. അതോട് ബന്ധപ്പെട്ട് ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഒരു വിപത്താണ് ആത്മഹത്യ എന്നുള്ളത്. ഇപ്പം ആത്മഹത്യ എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകൻ ആത്മഹത്യ ചെയ്യുവാൻ ഇടയായി. അവരുടെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ചാൽ അവിടെ 3 മക്കളാണ് ആ മാതാപിതാക്കൾക്കുള്ളത്. മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായിരിക്കുന്നവരാണ്. അത് മൂത്ത മകൻ ഒരു ആക്സിഡന്റ് പറ്റി വളരെ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. രണ്ടാമത്തെ മകളെ വിവാഹം ചെയ്തയച്ചു. 3ാമത്തെ മകനായിരുന്നു ആ ഭവനത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത്. അദ്ദേഹം ഒരു ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറായിരുന്നു. നാട്ടിലെല്ലാം വളരെ നല്ല സ്വഭാവിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്നാൽ ഒരു ദിവസം ആകസ്മികമായി കേട്ടത് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള ആ ദുഃഖവാർത്തയാണ്. ഇന്നത്തെ ലോകം ഇത്രമാത്രം സാംസ്കാരികമായും ശാസ്ത്രീയമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഇത്രമാത്രം പുരോഗമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുവാനുള്ള കാരണം? ഈ ആത്മഹത്യക്ക് പ്രേരകനായിരിക്കുന്ന കാരണം എന്താണ്? എന്താണ് ആത്മഹത്യ? ആത്മഹത്യ കൊണ്ട് മനുഷ്യന് വരാൻ പോകുന്ന തീരാ നഷ്ടം എന്താണ്? ഈ വിഷയങ്ങളെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ഇന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ ശ്രദ്ധയെ ഞാൻ ഈ വിഷയത്തിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, മാരകമായിരിക്കുന്ന ഒരു പകർച്ചവ്യാധി നമ്മളുടെ ലോകത്തെ ആകമാനം ബാധിച്ചിരിക്കുകയാണ്. കോവിഡ് എന്ന വൈറസ്. ഈ വൈറസ് ബാധിച്ച മനുഷ്യർ പലരും ആശുപത്രികളിൽ എത്തിച്ചു. അവിടെ നിന്ന് അവരെല്ലാം രോഗം മാറി നല്ലൊരു ആരോഗ്യപരമായി തിരിച്ചു വരുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അനേകരും മരണപ്പെടുന്നുമുണ്ട്. എന്നാൽ കോവിഡ് വന്നു എന്ന കാരണത്താൽ ആശുപത്രിയിൽ എത്തിയവർ ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി ആത്മഹത്യ ചെയ്തുവെന്ന് നമ്മൾ വായിച്ചു. പലരും കോവിഡ് വന്നു എന്ന കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവവികാസം ഉണ്ടായി. അതുപോലെ കഴിഞ്ഞ നാളുകളിൽ PSC എഴുതിയിട്ട് തങ്ങളെ ആ ഉദ്ദേശിച്ച ജോലി തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്നത് നമുക്ക് വായിക്കാൻ കഴിഞ്ഞു പത്രമാധ്യമങ്ങളിൽ. അതുപോലെ ചിലർ ജോലി നഷ്ടപ്പെടുമ്പോൾ ആത്മഹത്യ ചെയ്യും. ചിലർ കടഭാരത്താൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. കുടുംബ കലഹം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ഒറ്റപ്പെട്ടു എന്ന തോന്നലിൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ശൂന്യതാബോധം മനുഷ്യ ഹൃദയത്തിൽ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ നിരാശ മനുഷ്യ ജീവിതത്തിൽ പിടിക്കുമ്പോൾ, അതുപോലെ മാറാരോഗങ്ങള്, മോഹഭംഗങ്ങള്, അതുപോലെ പ്രേമനൈരാശ്യം കൊണ്ട് ഒത്തിരി പേർ ഇന്ന് ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, മദ്യപാനം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും അനവധി വ്യക്തികൾ ഇന്ന് ലോകത്ത് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിവിധ തലങ്ങളിൽപ്പെട്ടവരും ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും.
ശാസ്ത്രജ്ഞന്മാര്, തത്വജ്ഞാനികള്, അതുപോലെ മതഭക്തന്മാര്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാര് തന്നെ നല്ലൊരു വിഭാഗം ആത്മഹത്യ ചെയ്യുന്നുവെന്ന്, മേലുദ്യോഗസ്ഥന്റെ പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് ഡോക്ടർമാരാണെന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വിസ്മയം ജനിക്കുന്നത്. അതുപോലെ കൃഷിക്കാര്, കൃഷിനാശം സംഭവിച്ചു, അങ്ങനെ കടഭാരം കൊണ്ട് ലോണെല്ലാം അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. കച്ചവടം നഷ്ടം വന്ന് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. കലാകാരന്മാർ അനേകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, സിനിമാ നടന്മാരും. അതുപോലെ കവികളും ചിന്തകന്മാരും കലാകാരന്മാരും പലരും ആത്മഹത്യ അടുത്ത കാലത്തും ചെയ്തതായിട്ട് നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നാനാ തുറകളിൽപ്പെട്ടവര് ഇന്ന് ആത്മഹത്യയെ പിൻപറ്റുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം തീരാരോഗം വന്ന് ഇനി എനിക്ക് രക്ഷയില്ല എന്നൊരു തോന്നൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ വരുമ്പോൾ ഈ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ആത്മഹത്യയെ പിൻപറ്റുന്നതെന്ന് നമുക്ക് പലപ്പോഴും പത്രമാധ്യമങ്ങളിലൊക്കെ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഇപ്രകാരമാണ്: ഒരാളുടെ അന്തരാത്മാവിൽ ഉണ്ടാകുന്ന അഥവാ അബോധ മനസ്സിലുണ്ടാകുന്ന കുറ്റബോധം മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ തന്നിലേക്ക് തന്നെ തിരിച്ചു വിട്ടുകൊണ്ട് പകരം വീട്ടുന്ന ഒരു മനോഭാവമാണ് ആത്മഹത്യ എന്നാണ് പൊതുവിൽ മനഃശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്: ഓരോ വ്യക്തിയെയും ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്ന ഉദ്ദേശശുദ്ധിയുണ്ട്. ആ ഉദ്ദേശം നിറവേറ്റാൻ കഴിയാതെയാണ് പലരും അത് ഇടയ്ക്ക് വെച്ച് അലക്ഷ്യമായി ഉപേക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പാതകമാണ് ആത്മഹത്യ. അതുകൊണ്ട് അത് വലിയൊരു പാപമാണെന്നാണ് നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ നമ്മളെ രാഷ്ട്രപിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് സംബന്ധിച്ചും ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവനെ സ്വന്തം നഷ്ടപ്പെടുത്തുമ്പോൾ രാഷ്ട്രത്തിന് ഒരു പൗരനെ നഷ്ടപ്പെടുകയാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഒരു വിലപ്പെട്ട ഒരു പൗരൻ എന്ന് പറയുന്നത് അത് ആ ഉദ്ദേശശുദ്ധി യഥാർത്ഥമായ രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ രാഷ്ട്രത്തിന്റെ കെട്ടിപ്പടുക്കലുകൾക്കും രാഷ്ട്രീയ ഉന്നമനത്തിനും രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു പൗരൻ പെട്ടെന്ന് തൻ ജീവൻ ഒടുക്കി എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രത്തിനും വലിയൊരു തീരാനഷ്ടമാണ്. അതുകൊണ്ട് അത് കുറ്റകരമാണ്. ഇന്ത്യൻ പീനൽ കോഡ് 309 വകുപ്പ് അതിന് ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 1 വർഷം കഠിന തടവും അതോടൊപ്പം തന്നെ പിഴയും കൂടി ശിക്ഷിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നാം കണ്ടുവരുന്നത്. അപ്പോൾ ഇതെല്ലാം സാമൂഹികമായിരിക്കുന്ന കാര്യങ്ങളിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ലോകത്തിന്റെ ആ മുന്നോട്ടുള്ള ആ ചലനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നാം കാണുമ്പോൾ ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ അഭിപ്രായം എന്താണ്? ദൈവത്തിന്റെ തിരുവെഴുത്തായ വിശുദ്ധ ബൈബിൾ ഈ ആത്മഹത്യയെക്കുറിച്ചും ആത്മഹത്യയുടെ അനന്തര ഫലങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതര മതഗ്രന്ഥങ്ങളും ആത്മഹത്യയെ അപലപിക്കുന്നുവെങ്കിലും ചില ഭാഗങ്ങളിൽ ആത്മഹത്യയെ ന്യായീകരിക്കുന്നതും കാണാൻ കഴിയും. എന്നാൽ വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ബൈബിൾ ഈ വിഷയത്തെക്കുറിച്ച് അതിശക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുവാനുള്ള കാരണം. നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. ബൈബിൾ പറയുന്ന ഇപ്രകാരമാണ്:
സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകും. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും പരസ്പര സഹകരണവുമായിട്ട് സൽപ്രവൃത്തികളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തി അന്യോന്യം ജീവിക്കുവാൻ, ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ വേണ്ടിയാണ് ഭൂമിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കി വെച്ചത്. എന്നാൽ ഇന്ന് മനുഷ്യന്റെ സ്വാർത്ഥത, ആ സ്വാർത്ഥത കൊണ്ട് സംഭവിക്കുന്ന കൊലപാതകം, ആ കൊലപാതകത്തിന്റെ ഒന്നാമത്തെ കാരണം അവിടെ പറയുന്നത്, നാം മറ്റൊരാളെ കൊല്ലുന്നത് നമ്മുടെ സ്വാർത്ഥതയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ബൈബിളിൽ തന്നെ ഒന്നാമത്തെ പുസ്തകത്തില്, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്, ആദിമ പിതാക്കന്മാരായ ആദാമിന്റെയും ഹവ്വായുടെയും ആദ്യ മക്കളായിരുന്ന കായേന് ഹാബേൽ. കായേൻ ഹാബേലിനെ വധിക്കുവാനുണ്ടായ കാരണം ആ ഹാബേലിനോട് തോന്നിയ അസൂയയും അതിൽ നിന്നും തനിക്കുളവായിരിക്കുന്ന ആ സ്വാർത്ഥതയുമാണ്. അപ്പൊ തന്റെ സഹോദരനെ പകച്ചു, ആ സഹോദരനെ അവൻ കൊല ചെയ്തു. എന്നതുപോലെ കൊലപാതകന്റെ ഉള്ളിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്നാണ് ദൈവത്തിന്റെ ഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കൊലപാതകം എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം, മറ്റൊരാളെ കൊല ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു കൊലപാതകയുടെ ഉള്ളിലും നിത്യജീവൻ വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ തന്നെ മരിക്കുമ്പോൾ ദൈവം തന്നെ സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ ശ്രേഷ്ഠത എന്തെന്ന് നിഷേധിക്കുന്നതിന് തുല്യമാണ്. ആ നിഷേധിച്ചുകൊണ്ട് തന്റെ ജീവിത അവസരം, ഭൂമിയിൽ നൽകിയിരിക്കുന്ന ആയുസ് അവൻ സ്വയം നഷ്ടപ്പെടുത്തുമ്പോൾ തന്നെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഒരു കൊലപാതകയുടെ ഉള്ളിലും നിത്യജീവൻ വസിക്കുന്നില്ല. അപ്പൊ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നാം മനുഷ്യന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കണം. ഇന്ന് പലർക്കും മനുഷ്യന്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ കാരണം, ദൈവവചനം പറയുന്നത്, ഈ പ്രപഞ്ചത്തെ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ ദൈവം സൃഷ്ടിക്കുകയും അങ്ങനെ മനോഹരമായിരിക്കുന്ന ഭൂമിയെ സൃഷ്ടിച്ച് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് എല്ലാ ക്രമീകരണങ്ങളും മനുഷ്യന് ആവശ്യമായ രീതിയിൽ ചെയ്ത ശേഷമാണ് ദൈവം ഉണ്ടാകട്ടെ എന്ന് ഉച്ചരിച്ചിരുന്നുവെങ്കിൽ മനുഷ്യനും ഉണ്ടാകുമായിരുന്നു. എന്നാൽ തന്റെ കരുത്തുറ്റ കലാങ്കുലിയുടെ കവനീയ വൈഭവമായി, കാമ്യകലാ വസ്തുവായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞു, അവന് ജീവശ്വാസം ഊതി എന്നാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഇപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ കരങ്ങൾ കൊണ്ട് തന്നെ താൻ മണ്ണുകൊണ്ട് മെനഞ്ഞു. അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് ഒരിക്കൽ കൂടി പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കും. അപ്പൊ ദൈവ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ ആ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അതാണ് മനുഷ്യൻ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. ആ മനുഷ്യന്റെ സൃഷ്ടിയുടെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുമ്പോൾ, ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ് ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യന് മാത്രം ദൈവം കൊടുത്ത ഒരു ഗിഫ്റ്റ് ഉണ്ട്. മനുഷ്യനിൽ മാത്രം കാണുന്ന ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടുവാൻ ആത്മാവായ ദൈവവും ആത്മാവുള്ള മനുഷ്യനും. അതുകൊണ്ടാണ് മനുഷ്യനിൽ ദൈവം ആത്മാവിനെ നിർമ്മിച്ചു എന്നാണ് നമുക്കൊന്ന് വായിക്കാം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ജീവജാലങ്ങളിൽ നിന്നും പക്ഷിമൃഗാദികളിൽ നിന്നും വൃക്ഷലതാദികളിൽ നിന്നും മനുഷ്യനുള്ള ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ മനുഷ്യനിലാണ് വായിക്കാം. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യന് മാത്രമാണ് ആത്മാവുള്ളത്. ആ ആത്മാവുള്ള മനുഷ്യന്റെ വില എന്ന് പറയുന്നത്, ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏകസത്യ ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന
മൂന്നാളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏക സത്യദൈവമാണ്. ആ ദൈവം ആത്മാവാകുന്നു. യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു. ആ ആത്മാവായ ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് മൂന്നാളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏക ആത്മാവായിരിക്കുന്ന അഥവാ ഏക സത്യദൈവം, ആ ഏകസത്യ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ വിളിച്ചിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യത്തിൽ, പുതിയ നിയമത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന് 38-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന, ആദാം ദൈവത്തിന്റെ മകനെന്നാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ മകനാണ് ആദാം. അതുകൊണ്ടാണ് സർവ്വത്തിന്മേൽ വാഴുവാൻ അധികാരം അവന് കൊടുത്തു. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം മുഖാന്തരം സർവ്വം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ മുഖാന്തരം സർവ്വം ഉളവായി. ആ സർവ്വം ഉളവാക്കിയ ദൈവമായ കർത്താവായ യേശുക്രിസ്തു അവൻ ദൈവരൂപത്തിലിരിക്കെ, ദൈവത്തോട് ദൈവമായിരിക്കെ, ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി പാപജലത്തിന്റെ സാദൃശ്യത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആണ് ഈ ഒരു മനുഷ്യന്റെ വില എന്തെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയത്. കാരണം ഏതൊരു വസ്തുവിന്റെയും വില നിർണ്ണയിക്കുവാൻ അതിന്റെ ഉടമസ്ഥന് മാത്രമേ അധികാരമുള്ളൂ. ലോക ചരിത്രം പരിശോധിച്ചാൽ അനവധി മഹാരഥന്മാരും മസ്തിഷ്കമല്ലന്മാരും മതഗുരുക്കന്മാരും ഈ ലോകത്ത് ജനിച്ച് ജീവിച്ചുവെങ്കിലും അവർക്ക് ആർക്കും ഒരു മനുഷ്യന്റെ വില എന്തെന്ന് പറയാൻ കഴിഞ്ഞില്ല. ഒരു ശാസ്ത്ര ബുദ്ധിജീവിക്കും പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുക്രിസ്തുവിന് മറുപടി പറഞ്ഞു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും നീ നിന്റെ ജീവനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? ഈ കാണുന്ന മുഴു ലോകങ്ങളും ഒരു ഗ്ലാസിന്റെ തട്ടിൽ വെച്ചിട്ട് മറ്റു തട്ടിൽ മനുഷ്യനെ കയറ്റി നിർത്തിയാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ ഈ മുഴു ലോകത്തെക്കാളും വിലയുള്ളവനാണ് ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് ഇത്ര വിലയേറിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചതിന്റെ പ്രത്യേകത അഥവാ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുമ്പോൾ, മരണമെന്ന വാക്കിന് ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വേർപാടെന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. മരണം എന്ന വാക്കിന്റെ അർത്ഥം വേർപാടെന്നാണ്. കാരണം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, ഈ മരണം അവൻ ഉണ്ടാകുവാൻ കാരണം അവൻ പാപം ചെയ്തുകൊണ്ടാണ്. അതാണ് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, അവൻ പാപം ചെയ്തു, അവന് മരണം സംഭവിച്ചു. മരണം എന്ന് പറയുന്നത് വേർപാടെന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ശ്രേഷ്ഠത, ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന മൂന്നാളത്വങ്ങളിൽ ഏകത്വമായ ഏക ദൈവമായിരിക്കുന്നത് പോലെ തന്നെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആത്മാവ്, ദേഹി, ദേഹം ഇവ മൂന്നും കൂടിയതാണ് ഒരു മനുഷ്യൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 23-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകട്ടെ. അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ അവിടെ ആ കർത്താവിന്റെ തിരുസന്നിധിയില് അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കൽപ്പന അവൻ ലംഘിച്ചു. കൽപ്പന ലംഘിച്ചതുകൊണ്ട് മരണത്തിന് വിധേയനായി. അങ്ങനെ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരമാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു.
അപ്പോൾ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും മരിക്കുവാൻ കാരണം, അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ ഏക മനുഷ്യനായ ആദാം പാപം ചെയ്തു. അങ്ങനെ പാപത്തിന്റെ പരിണതഫലമായി 930 വയസ്സായപ്പോൾ ജഡപരമായി ആദാം മരിച്ചു. എന്നാൽ ആ പാപം ചെയ്ത നിമിഷം തന്നെ അവിടെ ഒരു മരണം സംഭവിച്ചു. ആ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എഫെസ്യ ലേഖനം അതിന് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ. അപ്പോൾ ദൈവം ചെയ്തതെന്ന് പറഞ്ഞ കാര്യം മനുഷ്യൻ ചെയ്തു, ചെയ്യാൻ ദൈവം കൽപ്പിച്ച കാര്യം ചെയ്തില്ല. അങ്ങനെ അതിക്രമങ്ങളാലും പാപങ്ങളാലും ദൈവവും മനുഷ്യനും തമ്മിൽ, ആത്മാവായ ദൈവവും ആത്മാവുള്ള മനുഷ്യനും തമ്മിൽ ഏദനിൽ വെച്ച് വേർപെട്ടു. അതാണ് ആത്മീയ മരണം. ആത്മീയ മരണം സംഭവിച്ച മനുഷ്യൻ ജഡത്തിൽ 930 വയസ്സായപ്പോൾ ആദാം മരിച്ചു. അതാണ് ജഡകീയ മരണം. എന്നാൽ യഥാർത്ഥ മരണം എന്ന് പറയുന്നത് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പാപത്തിന്റെ ശമ്പളമാണ് മരണം. പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ജീവഗ്രന്ഥത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്കയാണ് 2-ാമത്തെ മരണം. അർത്ഥാൽ ഒരു നരകത്തിലേക്ക് മനുഷ്യൻ പതിക്കുന്നു എന്നുള്ളതാണ്. നരകം ഒരു യാഥാർത്ഥ്യമാണെന്ന കാര്യം ദൈവഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക ശാസ്ത്രവും അത് സമ്മതിച്ചിട്ടുണ്ട്. നരകത്തെക്കുറിച്ച് ബൈബിളിൽ അനവധി സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതര മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ തന്നെ 18 വാല്യങ്ങൾ ഭഗവത്ഗീത പരിശോധിച്ചാൽ 28 നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാം മതഗ്രന്ഥമായിരിക്കുന്ന ഖുർആൻ പരിശോധിച്ചാൽ അതിലും നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പാഴ്സി മതഗ്രന്ഥമായിരിക്കുന്ന സന്തവസ്ഥ പരിശോധിച്ചാലും അതിലും നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഇതര മതഗ്രന്ഥങ്ങൾ നരകത്തെക്കുറിച്ച് പറയുന്നുവെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നരകത്തിന്റെ ആധികാരികതയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ്. ആ ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തുവാണ് നരകത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പ്രഖ്യാപിച്ചത്. എന്തിനാണ് ഈ നരകം ഉണ്ടാക്കിയിരിക്കുന്നത്, നരകം എന്നൊരു സ്ഥലമുണ്ടോ, ആ നരകം എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന് 41 എന്നുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. 25:41 അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്: പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകുവിൻ. അപ്പൊ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകാഗ്നി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, എവിടെയാണ് കെടാത്ത തീയുള്ളത്? ജലം കൊണ്ട് കെടുത്തുവാൻ കഴിയാത്തൊരു തീ ഉണ്ടോ? ആ തീ എവിടെയാണെന്നൊരു ചോദ്യം നമ്മളിൽ ഉണ്ടാകാം. എന്നാൽ വിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ BC 2000 ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ആ ഇയ്യോബിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഭൂമി അനേക ഫലസമൃദ്ധി നൽകുന്നു, എന്നാൽ ഈ ഭൂമിയുടെ അഹോമണ്ഡലമോ തീ എന്ന പോലെ കത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി ഈ കാണുന്ന പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം പുഴയും കടലും എല്ലാം ഉള്ള ഈ ഭൂമിയുടെ അകത്തളം അകമണ്ഡലം എന്ന് പറഞ്ഞാൽ അകക്കാമ്പ് കത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് BC 2000 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നേക്ക് 4000 വർഷം മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം, ഈ ഭൂമി 1000 മൈൽ സ്പീഡിൽ കറങ്ങുന്ന ഒരു ഗോളമാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ ഈ ധാതു പദാർത്ഥങ്ങൾ കത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഭൂവലക്കത്തിൽ ഒരു വിള്ളൽ വരുവാൻ, ഒരു ഭൂകമ്പം ഉണ്ടായാൽ വിള്ളൽ ഉണ്ടാവും. ആ വിള്ളലിലൂടെ പുറത്തേക്ക് വരുന്നതാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. അങ്ങനെ അഗ്നിപർവ്വതങ്ങൾ ഇന്ന് ഭൂമിയുടെ പ്രതലത്തിൽ പല രാജ്യങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ അടുത്ത കാലത്ത് നടത്തിയ പഠനം 1981 അമേരിക്കയിലെ കാലിഫോർണിയയിൽ അവിടുത്തെ ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിയപ്പോൾ അവിടെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ആ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗന്ധകം, ആ ലാവ ഭക്ഷിച്ച് അതിൽ ജീവിക്കുന്ന ബാറോബ് ജോഡി നൂൽ പുഴുക്കളെ കണ്ടെത്തിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഈ അത്യുഗ്രശേഷിയിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഗന്ധകം അത് ഭക്ഷിക്കുകയും അതിൽ പെറ്റുപെരുകി ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെ നശിപ്പിക്കാൻ കഴിയും? ഈ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രതയേറിയ ആസിഡിലേക്ക്
ജർമ്മനിയിലെ മാസ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബയോകെമിക്കൽ പ്രൊഫസർ ഉൾഫ്രാദും സംഘവും ചേർന്ന് ഈ പുഴുക്കളെ അതിലിട്ട് നോക്കി. എന്നാൽ അതിനൊന്നും സംഭവിച്ചില്ല. ഇത് 1981 ലോകശാസ്ത്ര ജേർണലായിരുന്ന നേച്ചുറൽ എന്ന മാസികയിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്, നരകമുണ്ട്. അതുകൊണ്ടാണ് ഇന്തോനേഷ്യൻ കടലിന്റെ അടിത്തട്ടിൽ ഈ ഒരു ചെറിയ ഒരു അഗ്നിപർവ്വത സ്ഫോടനം നടന്നതിന്റെ പ്രതിഫലനമാണ് നമ്മുടെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുനാമി ഉണ്ടാകുവാൻ, അത്യുഗ്രമായിരിക്കുന്ന കടൽ തിരകള് പൊങ്ങുവാൻ ഇടയായിത്തീർന്നത്. കാരണം ആ ജലത്തിന് ഒരിക്കലും ഈ അഹോമണ്ഡലത്തിൽ നിന്ന് പൊട്ടിവരുന്ന അഗ്നിപർവ്വതത്തിന്റെ ആ ലാവയെ കെടുത്തുവാൻ കഴിയുകയില്ല. അപ്പൊ കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്, നരകമുണ്ട്. അപ്പൊ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് കേവലം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നില്ല. അതിന് തെളിവ് ആധുനിക ശാസ്ത്രം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത് കേവലം മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ മെനഞ്ഞു എന്ന് ബൈബിൾ പറയുമ്പോൾ ശാസ്ത്രം പറയുന്നത് മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്ന മൂലകങ്ങളാണ്. അത് ഈ മണ്ണിൽ നിന്ന് എടുത്തതാണ്. അത് മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെങ്കിലും അതില്ലാതായി തീരുകയില്ല. ഇനി മനുഷ്യന്റെ ശരീരത്തെ ചലിപ്പിക്കുന്ന ഊർജം എന്ന് പറയുന്നത് ആ ജീവനെയാണ് ദേഹി എന്ന് വിളിച്ചിരിക്കുന്നത്. അത് പുതുതായി ഉണ്ടാകുന്നില്ല, ഇല്ലാതായി തീരുന്നുമില്ല എന്നും ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ആത്മാവിനെ കുറിച്ചും ബൈബിൾ പറയുന്നത് ആത്മാവ്, ദേഹമെന്ന് 3 ഘടകങ്ങളുള്ളവനാണ് ഒരു മനുഷ്യനെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാവിനെ കുറിച്ചും ആധുനിക ശാസ്ത്രം പഠനം നടത്തിയപ്പോൾ അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് ആശുപത്രിയിലെ ഡങ്കൻ മക്ടോൾ എന്ന ഡോക്ടർ മരണാസന്നരായ രോഗികളെ ഒരു പരീക്ഷണ വിധേയമാക്കി. കാരണം മരണത്തോട് മനുഷ്യന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, എന്തെങ്കിലും വ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു, മനുഷ്യന് മരണത്തോടുകൂടി എന്തോ ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. ആ നഷ്ടം എന്തെന്നറിയുവാൻ വീണ്ടും സ്പാനിഷ് ഡോക്ടറായിരിക്കുന്ന ജാക്സൺ ഒലാബ് എന്നുള്ള ഡോക്ടർ അദ്ദേഹം വീണ്ടും അത് പരിശോധന വിധേയമാക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഈ മരിച്ചു പോകുന്ന മനുഷ്യരിൽ നിന്നൊരു ഭാരനഷ്ടം സംഭവിക്കുന്നു. അപ്പൊ മരണത്തോടുകൂടി ഒരു വ്യക്തിയെ അഥവാ മരണത്തോട് മനുഷ്യനെ തൂക്കി ശിശുക്കള്, ബാലന്മാര്, യൗവനക്കാര്, അതുപോലെ വൃദ്ധന്മാര്, ഇങ്ങനെ പല പ്രായത്തിലുള്ളവര്, പല ശരീരഘടനയുള്ളവര്, പല തൂക്കമുള്ളവരെല്ലാം മരണ സമയത്തിന് മുമ്പും മരണശേഷവും തൂക്കവിധേയമാക്കിയപ്പോൾ 23.5 ഗ്രാം നഷ്ടം വരുന്നതായിട്ടാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പൊ 23.5 ഗ്രാം എല്ലാവർക്കും ഒരുപോലെ മരണശേഷം നഷ്ടം വരുന്നു. ഇതെന്താണെന്ന് അറിയാൻ വീണ്ടും ജർമ്മനിലെ ഡോക്ടറായിരുന്ന ഹാരിക് എന്ന ഡോക്ടർ വീണ്ടും ഒരു പരിവേഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു വാതക രൂപമാണ്. ആ വാതക രൂപം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഭൗമിക മണ്ഡലത്തിൽ കാണുന്ന വാതകങ്ങളുമായി ഇടകലരുന്നില്ല. അപ്പൊ ഇടകലരാത്ത വാതകത്തിന് ഒരു അസ്തിത്വമുണ്ടോ എന്നറിയുവാൻ അമേരിക്കയിലെ തന്നെ വില്യം ബെർണാർഡും AR വാട്ടേഴ്സ് എന്ന ഒരു ഡോക്ടറും കൂടി വിൽസണിക്ക് ക്ലൗഡ് ചേംബർ എന്ന പ്രത്യേക പരീക്ഷണ പേടകം നിർമ്മിച്ച് അതിൽ മരണത്തോടുകൂടി വ്യക്തിയെ നിരീക്ഷിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായത് മരിച്ച് ഈ മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്ന ആ നിമിഷം തന്നെ മരണം സംഭവിക്കുമ്പോൾ ആ മരിക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരു ആത്മരൂപം അതിൽ നിന്ന് രൂപപ്പെടുന്നതായിട്ട് കണ്ടെത്താൻ കഴിയും, ഒരു വാതക രൂപം. അതുകൊണ്ടാണ് കൊരിന്ഥി ലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 15-ാം അധ്യായത്തില് 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ ഭൗതിക ശരീരം ഉള്ളതുപോലെ തന്നെ ഒരു ആത്മീയ ശരീരവും ഉണ്ട്. ബൈബിൾ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രം വളർന്നപ്പോൾ അത് സത്യമാണെന്ന് തെളിഞ്ഞു. അപ്പൊ മരണം കൊണ്ട് ഒരു മനുഷ്യൻ ഇല്ലാതായി തീരുന്നില്ല. അപ്പൊ ആത്മഹത്യ എന്ന് പറയുന്നത് ഇല്ലാതായി തീരുന്നതല്ല, മരണമെന്ന വാതിൽ കടന്ന് മനുഷ്യൻ മറ്റൊരു മണ്ഡലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഏതൊരു മനുഷ്യനും അങ്ങനെയാണ്. മരണം വഴി ജനനത്തിൽ ആരംഭിച്ച് ജീവിതത്തിലൂടെ സഞ്ചരിച്ച് മരണമെന്ന വാതിൽ കടന്ന് നാം മറ്റൊരു മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പ്രവേശനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ ബൈബിളിൽ സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൊടി പണ്ടായിരുന്ന പോലെ അതിലേക്ക്
തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തുവാണ് മരിച്ച മനുഷ്യൻ അഥവാ മരിക്കുന്ന മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തിലെ അടുത്ത ഘട്ടത്തെ കുറിച്ച് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മരിക്കുന്ന നിമിഷം ഈ മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം കർത്താവായ യേശുക്രിസ്തു വിവരിക്കുകയാണ്. ഈ ഭൂമിയിൽ ധനാഢ്യനായിരിക്കുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു. അവന്റെ വീട്ടുപടിവാതിക്കൽ ലാസർ എന്ന് പറയുന്ന ഒരു രോഗിയായ വ്യക്തി വ്രണം നിറഞ്ഞവനായി ഈ ധനാഢ്യന്റെ വീട്ടിന്റെ ആ പടിപ്പുറയിൽ കിടന്നിരുന്നു. അതൊക്കെ അവിടെ കിടക്കാനുണ്ടായ കാരണം ഈ ധനവാന്റെ മേശയിൽ നിന്ന് എന്തെങ്കിലും വീണാൽ അത് ഭക്ഷിക്കാന്ന് വിചാരിച്ച. അപ്പൊ അങ്ങനെ ഇരുന്ന ആ ധനവാനും മരിച്ചു, ലാസറും മരിച്ചു എന്ന് പറയുന്നത്. രണ്ടുപേർക്കും മരണം ഒരുപോലെയാണ്. പണ്ഡിതനും മരിക്കും, പാമരനും മരിക്കും. ധനവാനും മരിക്കും, സാധാരണക്കാരനും മരിക്കും, ദരിദ്രനും മരിക്കും. മരണത്തിന് യാതൊരു വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെ മരിക്കും. ചണ്ടാള ബ്രാഹ്മണ വ്യത്യാസമില്ല, ഹിന്ദു ക്രിസ്ത്യാനി വ്യത്യാസമില്ല, യാതൊരു മതത്തിന്റെ വ്യത്യാസമില്ലാതെ എല്ലാവരും മരിക്കുന്നു. അതുകൊണ്ടാണ് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നിരിക്കുന്നു. എന്നാൽ ഈ ജീവിതത്തിൽ മാനസാന്തരപ്പെടാതെ ജീവിച്ച ധനവാന്റെ ആത്മമനുഷ്യൻ ചെന്നത് നേരെ യാതനാ സ്ഥലത്തേക്കാണ്. അതുപോലെ ഈ ഭൂമിയിൽ വെച്ച് ജീവിച്ച് കഷ്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ആ കഷ്ടങ്ങളിൽ ദൈവത്തെങ്കിലേക്ക് തിരിയുക, അതാണ് മാനസാന്തരപ്പെടുക. ദൈവത്തിലേക്ക് തിരിഞ്ഞ് ആ ദൈവത്തെ സ്വീകരിച്ച ലാസർ മരിച്ചത്, അവന്റെ മരണശേഷം ദൈവദൂതന്മാർ വന്ന് അബ്രഹാമിന്റെ മടിയായി പറുദീസയിലേക്ക് അവനെ കൊണ്ടുപോയി. അപ്പോൾ ഈ ഭൂമിയിൽ മരിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ അതിപ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ മാനസാന്തരപ്പെടാതെ മരിച്ചുപോയാൽ അവൻ ചെന്നെത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് യാതനാ സ്ഥലമാണ്. അപ്പോൾ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുമ്പോൾ, തന്നെ തന്റെ ജീവനെ ഹത്യ ചെയ്യുമ്പോൾ താൻ കൊലപാതകനാകുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. കാരണം ഒരു കൊലപാതകയുടെ ഉള്ളിൽ നിത്യജീവൻ വസിക്കുന്നില്ല. നിത്യജീവൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അനവധി മിഥ്യാദൈവങ്ങളുള്ള ലോകത്ത് ജീവനുള്ള ഏകസത്യ ദൈവം ശരീരത്തിൽ വെളിപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാം സത്യദൈവവും നിത്യജീവനുമാകുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങളിൽ താൻ പ്രഖ്യാപിച്ചു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എപ്പോൾ? ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കുകയില്ല. അവൻ മരിച്ചാലും ജീവിക്കും. അതാണ് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പൊ ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ മാനവരാശിക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷ, ആ നിത്യരക്ഷയെ സ്വയസിദ്ധമാക്കുവാൻ അഥവാ സ്വീകരിക്കുവാൻ കഴിയാതെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ആര് മരിച്ചു പോയാലും മരണമെന്ന വാതിൽ കടന്ന് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ആ പാപിയെ ചെന്നെത്തുന്ന സ്ഥലമാണ് പാതാള പറുദീസ. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധനായിരിക്കുന്ന ഒരു വ്യക്തി മരണത്തിലൂടെ കടന്നു ചെല്ലുന്നത് ദൈവത്തിന്റെ പറുദീസയിലേക്കാണ്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ യാതനാ സ്ഥലത്ത് ചെന്നു ആ ധനവാന്റെ ആത്മാവ്, അവൻ ധനവാനായതുകൊണ്ടല്ല, ലാസർ ദരിദ്രനായതുകൊണ്ടുമല്ല അവൻ പറുദീസയിലെത്താൻ കാരണമായത്. ലാസർ മാനസാന്തരപ്പെട്ടു, എന്നാൽ ധനവാൻ മാനസാന്തരപ്പെട്ടില്ല. കാരണം ധനവാന്റെ വാക്കിൽ നമുക്കതറിയാൻ കഴിയും. ധനവാൻ മേലോട്ട് നോക്കി യാതനാ സ്ഥലത്തിന് ആത്മാവിന് കണ്ണുണ്ട്. നമ്മളെല്ലാം വിചാരിക്കുന്ന ഒരു കാറ്റങ്ങ് പോയിന്ന, ഒരിക്കലും അങ്ങനെയല്ല. ആത്മാവിന് കണ്ണുണ്ട്. ആത്മ മനുഷ്യനാണ് ഇവിടുന്ന് മാറ്റപ്പെടുന്നത്. ഞാൻ ശാസ്ത്രീയമായും അത് തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ചേതന വേദന വികാരങ്ങളുള്ള ഒരു മനുഷ്യനാണ്.
ഇന്ന് നമുക്ക് ചേതന വേദന വികാരങ്ങൾ ഉണ്ടാകാൻ കാരണം ഇതിലൊരു അകമനുഷ്യനുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ അകമനുഷ്യനും പുറമനുഷ്യനും തമ്മിൽ പഞ്ചഭൗതികമായ ശരീരവും ആത്മമനുഷ്യനും തമ്മിൽ വേർപിരിയുന്നതാണ് ജഡകീയ മരണം. അങ്ങനെ വേർപെട്ട ധനവാൻ അവിടെ എത്തി. ഇപ്പോൾ ധനവാൻ മേലോട്ട് നോക്കി അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. കർത്താവ് ആ യേശുക്രിസ്തു വിവരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, എന്താണ് ഞാൻ ഇവിടെയും ഈ ലാസർ അവിടെ ഇരിക്കാൻ കാരണം? കാരണം ഈ ഭൂമിയിലെ നിയമമല്ല സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയമം. അവിടെ മുഖപക്ഷമില്ല. ധനവാനെന്നോ ദരിദ്രനെന്നോ അവിടെ യാതൊരു മുഖപക്ഷവും നമ്മുടെ ഇന്ന് ലോകത്തുള്ളതുപോലെ അവിടെ ഇല്ല. അപ്പൊ ഞാൻ ഈ ജ്വാലയെ കിടന്ന് വേദന അനുഭവിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേദന അനുഭവിക്കുക. അപ്പോൾ ശരീരം ഇവിടങ്ങൊന്നും കൊണ്ട് വേദന അവസാനിക്കുന്നില്ല. ഇന്ന് അനേകര് മണ്ണെണ്ണയും പെട്രോളൊക്കെ ഒഴിച്ച് തീ വെച്ച് കുടുംബസമേതം മരിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ആത്മഹത്യ ചെയ്തു, അതുപോലെ തൂങ്ങിച്ചത്തു, അതുപോലെ തന്നെ കത്തികൊണ്ട് കുത്തി മരിച്ചു, അതുപോലെ ഓടക വസ്തുക്കൾ ശരീരത്തിൽ വെച്ച് കെട്ടി മരിച്ചു, അതുപോലെ തീവ്രവാദികളൊക്കെ നമുക്കറിയാം. അനേകരെ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചെന്ന് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞാൽ മത തീവ്രത കൊണ്ട് അനേകരെ കൊന്നൊടുക്കിയ ശേഷം സ്ഫോടനത്തിലൂടെയൊക്കെ മരിച്ചു പോകുന്നവരുണ്ട്. അവർ മനസ്സിലാക്കിയിരിക്കുന്ന അതിപ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു കാരണവശാലും ഒരു ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി ഒരിക്കലും ദൈവത്തിന്റെ പ്രതീക്ഷയിലെത്തില്ല. അവൻ ഈ യാതനാ സ്ഥലത്ത് എന്ന് അവിടെ നിന്ന് വേദന അനുഭവിക്കുക. വേദന തുടങ്ങും അവിടെ, ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല. അവൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവിടെ ഇരുന്ന് കരയുന്നതാണ് നാം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. ആ ധനവാൻ ചോദിക്കുകയാണ്, ലാസറിന്റെ ചെറുവിരലുകൊണ്ട് എന്റെ ചുണ്ടൊന്ന് നനയ്ക്കുക. അതുമാത്രവുമല്ല, അവിടെ ഇരിക്കുന്ന ധനവാൻ പറയുന്ന വാക്കുകളുണ്ട്. ഇപ്രകാരം പറയുക, എന്റെ അപ്പന്റെ ഭവനത്തിൽ 5 ജ്യേഷ്ഠനീയന്മാരുണ്ട്. അവരും എന്റെ ഈ കിടക്കുന്ന ഞാൻ അനുഭവിക്കുന്ന യാതനാ സ്ഥലത്തേക്ക് വരാതിരിക്കാൻ, കാരണം അവരും ഈ പാപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ജീവിതത്തിൽ മാനസാന്തരപ്പെടാതെ ലാസറിനെ പോലെ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഞാൻ വന്ന ഇതേ സ്ഥലത്ത് വരും. അപ്പൊ നമ്മുടെ മരിച്ചുപോയവർക്ക് നമ്മളെ കുറിച്ച് അവർക്ക് വ്യാകുലതയുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്, അവർക്ക് ബുദ്ധിയുണ്ട്, അവർ എല്ലാം അറിയുന്നു. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വീട്ടിലെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം അറിയാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അറിയുന്നതല്ല അതിന്റെ അർത്ഥം. അവനെല്ലാം ഓർമ്മയുണ്ട്, കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ട്. അപ്പൊ ആ ഓർമ്മയിൽ അവന് കാര്യങ്ങൾ അറിയാൻ. എന്റെ മറ്റുള്ള സഹോദരന്മാരും അവരുടെ ജീവിതം എന്നെ പോലെയാണ്, അവരുടെ എത്തും. ഈ ലാസറെ വിട്ടൊന്ന് പറയിച്ചാൽ അവൻ മാനസാന്തരപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പൊ മാനസാന്തരപ്പെടാതെ ഈ ഭൂമിയിൽ നിന്ന് ഏതൊരു വ്യക്തി മരണം വഴി മാറ്റപ്പെട്ടാൽ അവൻ യാതനാ സ്ഥലത്തെത്തും. ഈ യാതനാ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇന്ന് മതങ്ങൾ പഠിപ്പിക്കുന്ന പോലെ അവിടെ ശുദ്ധീകരണ സ്ഥലം ഇല്ല എന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്. ജീവന്റെ ഉടയവനായിരിക്കുന്ന, മരണത്തിന്മേൽ അധികാരമുള്ളവനായിരിക്കുന്ന, സർവത്തിന്റെയും രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞത് ഒരിക്കൽ മരണം പിന്നെ ന്യായവിധിയാണ്. നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കാം. ഈ ഭൂമിയിൽ ഒരു വ്യക്തി ജഡപരമായി മരിച്ചാൽ ആ വ്യക്തിയുടെ ആത്മമനുഷ്യന് യാതനാ സ്ഥലത്തേക്കോ പറുദീസയിലേക്കോ മാറ്റപ്പെട്ടാൽ പിന്നെ അവനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ യാതനാ സ്ഥലത്ത് ചെന്ന ഇനി ആ ധനവാനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രത്യാശയ്ക്ക് യാതൊരു വകയുമില്ല. അവിടുന്ന് രക്ഷപ്പെടുവാൻ അവിടെ ഒരു ശുദ്ധീകരണ സ്ഥലമുള്ളതായിട്ട് ബൈബിൾ ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ജീവിച്ചിരുന്നെന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു, അവനിൽ നിത്യജീവനുണ്ട്. അതുകൊണ്ടാണ് ഒരു കൊലപാതകയുടെ ഉള്ളിലും നിത്യജീവൻ വസിക്കുന്നില്ല. അപ്പൊ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാതെ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് വ്യക്തിയും തന്നെ കൊല ചെയ്തുകൊണ്ട് ഇന്ന് ശരിയായ രീതിയിൽ നമ്മൾ വിലയിരുത്തിയാൽ ഈ പാപിയായ മനുഷ്യന്റെ എല്ലാം ജീവിതം ആത്മഹത്യാപരമാണ്. അതിൽ ചിലര് നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്ത് ഈ യാതനാ സ്ഥലത്തേക്ക് മനഃപൂർവ്വം ചെന്നെത്തുന്നു. അവിടെ നിന്ന് ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ അന്ത്യന്യായവിധിയെ കുറിച്ച് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 9:27 വായിക്കുന്നത്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക ദൈവം. അപ്പോ അതിന്റെ ഇടവേളയിൽ ഒരു ശുദ്ധീകരണ സ്ഥലമില്ല. അപ്പോൾ ഇനി ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്ത്യന്യായവിധിയാണ്. അന്ത്യന്യായവിധി എന്ന് പറയുന്നത്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു. നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും, മരിച്ച
ഈ യാതനാസ്ഥലത്ത് ആത്മാവ് എത്തിയ സർവ്വദുഷ്ടന്മാരും അന്ത്യ പുനരുദ്ധാനത്തിൽ നിൽക്കുന്ന രംഗം നാം കാണുന്നത്. അവിടെ പുസ്തകങ്ങൾ തുറന്നു നാം എല്ലാം ചെയ്ത എല്ലാ കാര്യങ്ങളെയും രേഖപ്പെടുത്തിയിരിക്കുന്ന അമ്മയുടെ ഉള്ളത്തിൽ നാം ഉരുവായ നിമിഷം മുതൽ. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത് 51-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഞാൻ പാപത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ജീവൻ തുടിക്കുന്ന നിമിഷം മുതലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകം ദൈവസന്നിധിയിലുണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒത്തവണ്ണം ന്യായവിധിയുണ്ടായി, മുഖപക്ഷമില്ല. ജീവഗ്രന്ഥത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിട്ടു. ജീവഗ്രന്ഥത്തിൽ പേരെഴുതണമെങ്കിൽ എപ്പോഴാണ് ജീവഗ്രന്ഥത്തിൽ പേരെഴുതുന്നത്? നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ 32-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഭൂമിയിൽ വെച്ച് എന്നെ ഏറ്റുപറയുന്ന ഏതു മനുഷ്യനെയും എന്റെ പിതാവിന് സ്ഥലം ഞാനും ഏറ്റുപറയും. ഭൂമിയിൽ വെച്ച് എന്നെ തള്ളി പറയുന്ന എവനെ ഞാനും തള്ളി പറയും. അപ്പോൾ ജീവഗ്രന്ഥത്തിൽ പേരെഴുതുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന് മരണപുനരുദ്ധാനം എനിക്ക് വേണ്ടിയെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് കർത്താവായ യേശുവെ ഇന്നു മുതൽ അങ്ങേ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നത് എത്ര സന്തോഷിപ്പീൻ. അപ്പൊ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പൊ സ്വർഗത്തിൽ പേരെഴുതപ്പെടാത്ത ഏത് വ്യക്തി എന്ത് ചെയ്യും? തീ പൊയ്കയിലേക്ക് തള്ളപ്പെടും. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ മാനസാന്തരപ്പെടേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടേണ്ടത് മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏക അവസരമാണ് ഈ ലോക ജീവിതത്തിന്റെ ഈ ആയുസ് എന്ന് പറയുന്നത്. ഈ ആയുസിനെ സ്വയം ഈ രക്ഷ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നരകത്തിലേക്ക് പോകുന്നതാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അത്ര ഭയാനകമായിരിക്കുന്ന പാപമാണത്. ആ പാപത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് ഒരു കൊലപാതകയ്ക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെയാണ് സ്വയം മരിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ദൈവസന്നിധിയിൽ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ മരണത്തിന്റെ ഗൗരവം അറിയാതെ അനേകര് ഈ ഭൂമിയിൽ മൗഢ്യമായി ജീവിക്കുകയാണ്. അതെന്താണ് അവന്റെ മൗഢ്യത എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 14-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കാം. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം ഒന്ന് വായിക്കാം നമുക്ക്. 14-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ഒന്നാമത്തെ കാര്യം അത്, ദൈവമില്ല ജീവിതത്തിൽ. ദൈവം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നുവെങ്കിൽ, തനിക്കൊരു സൃഷ്ടിതാവുണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ആ സൃഷ്ടിതാവായ ദൈവമാണ് ജീവൻ തന്നെ നൽകിയിരിക്കുന്നത്. ആ സൃഷ്ടിതാവായ ദൈവത്തിന് മാത്രമേ ജീവന്റെ മേൽ അധികാരമുള്ളൂ. ഈ അധികാരം ഉപയോഗിക്കാൻ ദൈവത്തിന് മാത്രമേ ഇവിടെ വ്യവസ്ഥയുള്ളൂ, പ്രമാണമുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ അധികാരം, ദൈവത്തിന്റെ ആ അധികാരം മനുഷ്യൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ദൈവത്തെ അവഹേളിക്കുന്നതും ദൈവത്തിനെതിരെ ചെയ്യുന്ന വലിയ പാപമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമുക്ക് വിശുദ്ധ ബൈബിൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് അനേകർ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾക്ക് കഷ്ടതയാണ്, ബുദ്ധിമുട്ടാണ്, രോഗമാണ്, ജോലി ലഭിച്ചില്ല. നമ്മൾ മുന്നമേ കണ്ടതുപോലെ അനവധി വ്യക്തികൾ പല കാരണങ്ങൾ പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആത്മഹത്യക്ക് കാരണമായ കാരണമല്ല. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്യാൻ കാരണം? 2 വ്യക്തികളെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാർ, ആ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരിക്കുന്ന യൂദ ഇസ്കരിയോത്ത, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ദ്രവ്യാഗ്രഹിയായി തീർന്നു. എന്താണ് അതിന്റെ കാരണം? നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യക്ക് പ്രേരകമായ കാര്യം എന്താണ്?
നാം മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യമല്ല. പിന്നെയോ ഇതിലെല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇതിലെല്ലാം പുറകിൽ നിയുക്തത കൊടുത്തുകൊണ്ട് ഈ മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു അദൃശ്യ ശക്തിയായി നിൽക്കുന്ന ഒരു സാത്താനുണ്ട് ഇതിന്റെ പിന്നിൽ. ഒന്ന് വായിക്കാം നമുക്ക്. ജഡമോഹം, കൺമോഹം, ജീവനത്തിലുള്ള പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. അപ്പൊ പിതാവിൽ നിന്നല്ലാത്തത്, ഈ ലോകത്തിൽ നിന്നുള്ളത്, ലോകത്തിൻ്റെതായ പ്രഭു ആരാണ്? അതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. യോഹന്നാൻ 14:30 പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനൊരു ദൈവമുണ്ട്. ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത് 2 കൊരിന്ത്യർ 4 അധ്യായത്തിന്റെ 4 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം വ്യാപരിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളെ കണ്ട് കുരുടാക്കി കളഞ്ഞു. ആ ഈ ലോകത്തിന്റെ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തുവിനെയും തന്റെ പരസ്യ പ്രവർത്തനത്തിന് നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നാനം കഴിഞ്ഞ ശേഷം കർത്താവിനെ പിശാച് പരീക്ഷിക്കുന്നുണ്ട്. അവിടെ കൺമോഹം, ജഡമോഹം, ജീവനത്തിലുള്ള പ്രതാപം, ഈ 3 ആയുധങ്ങളും പിശാച് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ യേശുക്രിസ്തു അതിനെല്ലാം അതിജീവിച്ചു. എന്നാൽ ഇവിടെ യൂദാസിനെ സംബന്ധിച്ച് വരുമ്പോൾ, യൂദാസ് ആ ദ്രവ്യാഗ്രഹം അവനിലുണ്ടായി എന്ന് പറഞ്ഞാൽ അവൻ ഈ ലോകത്തിൻ്റെതായ ജഡമോഹം അവന് വ്യാപരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളൊന്ന് വായിച്ച്, യൂദാസിൽ സംഭവിച്ചത് എന്താണ്, മനുഷ്യനിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വായിച്ചു കൊടുക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ചു. പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന കുടുങ്ങിപ്പോകും. അടുത്തത് മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും. ദ്രവ്യാഗ്രഹം സർവ്വവിധ ദോഷത്തിനും മൂലമല്ലോ. നമുക്കറിയാം, ഈ ദ്രവ്യാഗ്രഹം അനേകരെ ഇന്ന് മരണത്തിലേക്ക് നയിച്ചു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ലോകത്ത് അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂദാസിനെ സംബന്ധിച്ച ലോകത്തിന്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ദൃഷ്ടാന്തം അവിടെ വരച്ചു വെച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ ഗ്രന്ഥം. അതുകൊണ്ട് യൂദാസ് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുവാൻ ഈ ദ്രവ്യാഗ്രഹം ആ ആഗ്രഹം അവന് ജനിപ്പിച്ചു. അതുകൊണ്ടാണ് മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുന്നു. മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു. അവനൊരു മോഹമുണ്ടായി. ഗുരുവിനെ വിറ്റ് 30 വെള്ളിക്കാശിന് വിറ്റ് പണം സമ്പാദിച്ച് എനിക്ക് എന്ത് ചെയ്യണം, പണക്കാരനായി തീരാം. അവൻ ധരിച്ച ആഗ്രഹം അതാണ്. അതിനെന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വായിക്കുമ്പോൾ അറിയാമെന്ന് വായിക്കാം. വിശുദ്ധ മത്തായി സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വായിച്ച് 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കരിയാത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ അവന്റെ ഉള്ളിൽ തോന്നിച്ച വ്യക്തി ആരാ? പിശാചാണ്. അപ്പൊ ഒരു മനുഷ്യൻ പാപത്തിലേക്ക്, മരണത്തിലേക്കുള്ള ആദ്യത്തെ ചൂണ്ടു പറയുക ആരായിരിക്കും? അവനെ വഴി തെളിക്കുന്നതും പിശാചാണ്. മനസ്സിലാക്കണം. അവനെ തോന്നിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം, മരിക്കണമെന്നൊരാഗ്രഹം ഒരു മനുഷ്യ ഹൃദയത്തിൽ ആദ്യമായി തോന്നിക്കുന്ന ആരാ? പിശാചാണ്. അവൻ തോന്നിച്ചു. അങ്ങനെ യേശുക്രിസ്തുവും തന്റെ ശിഷ്യന്മാരും ഒരുമിച്ചിരുന്ന് ആ ശിഷ്യന്മാരെ കാലെല്ലാം കർത്താവ് കഴുകി. അപ്പോഴും കർത്താവ് പറഞ്ഞു, എന്നോടൊപ്പം താലത്ത് കൈ മുക്കുന്നവൻ എന്നെ പറ്റി കൊടുക്കും, എന്റെ അപ്പകുണ്ടം മുറിച്ച് മേടിക്കുന്നവൻ തന്നെ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് കർത്താവ് പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. മുന്നറിയിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നവർക്കും മരണകരമായിരിക്കുന്ന പാപജീവൻ നയിക്കുന്നവർക്കുമുള്ള വലിയൊരു മുന്നറിയിപ്പാണ് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിലൂടെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനവധി മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ഈ യൂദാസ് എന്ത് ചെയ്തു? വായിക്കുക 13-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഇത് ആരെക്കുറിച്ച് പറയുന്നു? അപ്പം മുറിച്ച് കൊടുത്തപ്പോ വായിച്ചു. എന്റെ അപ്പം തിന്നുന്നവൻ തന്നെ എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതാകുന്നു.
അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ ഇത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അപ്പകണ്ടം മുറിച്ചു മേടിച്ചപ്പോൾ അതിന്റെ 26-ാമത്തെ വാക്യം, 13-26 വാക്യം. ഞാൻ അപ്പകണ്ടം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ടം മുക്കി ശീമോൻ കണ്ടം മുക്കി ആ ഇസ്കരിയോത്താവിന് കൊടുത്തപ്പോൾ അവനെന്ത് ചെയ്തു? പിശാച് കടന്നു. എന്താ കാരണം? അവൻ കരുതി കൂട്ടിക്കൊണ്ട് മനഃപൂർവമാണ് തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കണം എന്ന കാര്യം ഹൃദയത്തിൽ അവൻ നിർണയിച്ചുകൊണ്ട്, അവിടെ വ്യാജമായ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അവൻ അഭിനയിച്ചുകൊണ്ട് ആ അപ്പകണ്ടം ചെയ്തു താൻ ഗുരുവിൽ നിന്ന് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തി ഒരു ദിവസം കൊണ്ടല്ല ആത്മഹത്യ പ്രവണത ഒരു മനുഷ്യനിൽ ആരംഭിക്കുന്നത്. അവന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നാണ്. ഒന്ന്, അവനിൽ ലോകമോഹം വരുന്നു. ആ ലോകമോഹം പിശാച് കൊടുക്കുന്നു. അതിലൂടെ അവനെ വശീകരിച്ച് അതിനുള്ള പ്രവർത്തനത്തിനായി അവനെ ഒരുക്കുകയാണ്. അപ്പോൾ പിശാച് അവന്റെ ഉള്ളിൽ കടന്നു വന്ന് നമ്മൾ എന്താ പിശാച് കടന്നാലുള്ള പ്രത്യേകത എന്താ? പിശാച് കടന്നാലത്തെ പ്രത്യേകത എന്താ? നമുക്കത് വായിക്കാം. പിശാച് ഒരു മനുഷ്യന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. അവൻ അറപ്പാനും മുടിപ്പാനും വരുന്നവനാ. അവൻ വളർത്താൻ വരുന്നതാണോ? അല്ല. അതുകൊണ്ടാണ് പിശാച് ഒരു മനുഷ്യനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, പാപത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരുന്നാൽ അവനിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. അപ്പൊ ആ പിശാച് എന്ത് ചെയ്തു? ആ പിശാചിന്റെ സ്വഭാവം എന്താ? അറപ്പാനും മുടിപ്പാനും. കായേനിൽ ആ പിശാച് പ്രവർത്തിച്ചു, ഹാബീലിനെ വധിച്ചു. ആ പിശാച് ആദാമിൽ പ്രവർത്തിച്ചു, അവനും മരണം ലഭിച്ചു. എന്നതുപോലെ ഈ ഭൂമിയിൽ ആരെല്ലാം പാപത്തിൽ ജീവിക്കുന്നുവോ അവനെല്ലാം ഈ പൈശാചികമായിട്ടുള്ള ജീവിതത്തിന് അടിമയാണ്. നമുക്കൊന്ന് വായിക്കാം. ഞാൻ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ അതിൽ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അർത്ഥാൽ പാപത്തിൽ തുടരുന്നില്ല. മനസ്സിലായോ? 10-ാം വാക്യം. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയും. അപ്പൊ ഒന്ന് പിശാചിന്റെ മക്കളും ഉണ്ട്, ദൈവത്തിന്റെ മക്കളും ഉണ്ട്. പാപത്തിൽ തുടരുന്നവൻ പിശാചിന്റെ മകനാണ്. അവൻ 100 വയസ്സുള്ളവനായി ജീവിച്ചാലും പിശാചിന്റെ മകനാണെന്ന് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം വായിക്കുമ്പോൾ, ജഡപ്രകാരം ദൈവം തെരഞ്ഞെടുത്തുവെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിനോട് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. വായിക്കുക. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകിയാകുന്നു. മനസ്സിലായോ? അപ്പൊ ഒരു കൊലപാതകിയുടെ ഉള്ളിൽ എന്ത് വസിക്കുന്നില്ല? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നില്ല. അപ്പൊ ഒന്നാമത് ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ പാപത്തിൽ മരിക്കുന്ന വ്യക്തി, അവനിൽ ഒരിക്കലും ദൈവാത്മാവ് വസിക്കുന്നില്ല. ആ വസിക്കാത്ത മനുഷ്യന് യാതനാ സ്ഥലത്തെത്തും. അവിടുന്ന് നേരെ നരകത്തിലേക്കാണ് പിന്നെ അവന്റെ യാത്ര. ആ നിത്യ നരകത്തിൽ നിത്യദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒരുപക്ഷെ നമുക്കൊരു ചോദ്യം ഉണ്ടാകാം, ഈ ഭൂമിയിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുമ്പോൾ, അതുപോലെ സഹിക്കാൻ പാടില്ലാത്ത വേദനകൾ വരുമ്പോഴല്ലേ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമുക്കൊരു ചിന്ത എപ്പോഴും ഉണ്ടാകാം, അല്ലേ? നമുക്കൊരു വ്യക്തിയെ ഒന്ന് പരിശോധിച്ചു നോക്കാം. ഇയ്യോബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇയ്യോബിനെ സംബന്ധിച്ച് ചരിത്ര രേഖകൾ പറയുന്നത്, ഇയ്യോബ് ഊസ് ദേശീയനായിരുന്നു. അദ്ദേഹം BC 2000-നടുത്ത് ജീവിച്ചിരുന്നുവെന്നും അബ്രഹാമിന്റെയും മൽക്കീസദേക്കിന്റെ എല്ലാം ആ സമകാലീനമായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ ചരിത്രപുരുഷനായ ഇയ്യോബിനെ സംബന്ധിച്ച് ഇയ്യോബിന്റെ പുസ്തകം നമ്മളൊന്ന് വായിക്കണം. അവിടെ അദ്ദേഹം ബഹുസമ്പന്നനായിരുന്നു. ആ സമ്പന്നനായിരുന്ന വ്യക്തി, അദ്ദേഹത്തിന് 10 മക്കളുണ്ടായിരുന്നു. 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ സമ്പൽ സമർത്ഥമായ ജീവിതം, എന്നാൽ അദ്ദേഹം വളരെ ദൈവഭക്തനുമായിരുന്നു. അപ്പോൾ സമ്പത്തുണ്ടായി എന്ന കാരണത്താൽ ദൈവത്തെ അറിയാതിരിക്കില്ല മനുഷ്യൻ. അപ്പൊ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ആര്? ഇയ്യോബ്. ആ ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ഒന്ന് വായിക്കാം. ഇയ്യോബിനെ കുറിച്ച്
പറയുന്നത് നമുക്കൊന്ന് വായിക്കാം, ഒന്ന് വായിച്ചു കൊടുക്കുക. ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ പറയും വളരെ ഭക്തനായിരുന്നു ആര്? ഇയ്യോബ്. അപ്പൊ ഇയ്യോബിന്റെ ഈ ഭക്തിയെ ഒന്ന് പരീക്ഷിക്കാൻ പിശാച് തീരുമാനിച്ചു. പലരും വിചാരിച്ചിരിക്കുന്നത് ദൈവമാണ് മനുഷ്യനെ പരീക്ഷിക്കുന്നത്, പരീക്ഷയ്ക്ക് വിട്ടുകൊടുക്കുന്നത്, അല്ലെങ്കിൽ പരീക്ഷിക്കുന്നത് ദൈവമാണെന്ന് വിചാരിക്കാറുണ്ട്. ദൈവം അനുവാദം കൊടുത്താൽ മാത്രമേ പരീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ ആ 1-ാം അധ്യായത്തിന്റെ 12 മുതൽ താഴോട്ടൊന്ന് വായിച്ച്, ദൈവം ആരെങ്കിലും പരീക്ഷിക്കുമോ? ദൈവത്തിന് ആരെങ്കിലും പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നാം ഓരോരുത്തരും ആരെന്ന് ദൈവത്തിനറിയാം, നമ്മളിലുള്ള എന്തെന്നും ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് മനുഷ്യന് സാക്ഷി അവൻ ആവശ്യമില്ല എന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന് മറ്റാരുടെയും സാക്ഷ്യത്തിന്റെ ആവശ്യമില്ല. അവൻ സകലവും അറിയുന്നവനാണ്. അവൻ ഓരോ വ്യക്തിത്വങ്ങളെയും അറിയാം, ഓരോ ജീവിതത്തെയും അറിയാം, ഓരോ ജീവിതത്തിന്റെ അവസ്ഥകളെ അറിയാം, അവരുടെ ദുഃഖങ്ങളെ അറിയാം, അവരുടെ സന്തോഷങ്ങളെ അറിയാം. ഇതെല്ലാം അറിയുന്നവനാണ് സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവേശ്വരനായ, സത്യദൈവമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, അഥവാ യഹോവയായ ദൈവം. അതുകൊണ്ടാണ് ആ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് സാത്താൻ പറഞ്ഞു, നീ ഇത്രയൊക്കെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഇപ്പൊ അവൻ നിന്നെ ഇങ്ങനെ ആരാധിക്കുന്നത്, നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നത്, അവന്റെ മക്കളും വളരെ ദൈവഭക്തിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവന്റെ സമ്പത്തിൽ നീ തൊടുക, അവൻ നിന്നെ തള്ളി പറയുന്നു പറഞ്ഞു. അങ്ങനെ അവന്റെ അഥവാ പിശാച്, ദൈവത്തിനറിയാം ഈ ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തനെ കുറിച്ച്. അപ്പോൾ ആ ദൈവം ആ പിശാചിനെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് വിട്ടുകൊടുത്തു. നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ വിട്ടുകൊടുത്തപ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ഒന്ന് വായിച്ചേരെ. 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 12 വരെയുള്ള വാക്യം വായിച്ചേ. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനോടൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്തു നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ദൈവം അതിന് അനുവാദം കൊടുത്തു. ദൈവം അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊരിന്ത്യർ ലേഖനം ഒന്ന് വായിക്കണം. കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത് മനുഷ്യന് സഹിക്കാൻ പാടില്ലാത്ത ഒരു പരീക്ഷണവും ദൈവം കൊടുക്കില്ല. നമുക്ക് വഹിക്കാൻ പറ്റുന്ന ഭാരമേ ദൈവം തരുവുള്ളൂ. ദൈവം പിതാവാണ്, നാം അവന്റെ സൃഷ്ടികളാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം എപ്പോഴും സ്നേഹമാണ്. ആ സ്നേഹമായ ദൈവത്തിന് അറിയാം നമ്മൾ ആരാ, നമുക്ക് എത്രമാത്രം ക്ലേശം സഹിക്കാൻ പറ്റും, നമുക്ക് എത്രമാത്രം കഷ്ടങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ആ ദൈവാശ്രയം നമുക്ക് എത്രമാത്രം ഉണ്ടെന്ന് ദൈവത്തിന് വ്യക്തമായിട്ടും അറിയാം. അതുകൊണ്ടാണ് ദൈവം ഇയ്യോബിനെ അഥവാ പിശാചിന് അത് ബോധ്യപ്പെടുത്തുവാൻ, പ്രതിയോഗിക്ക് ബോധ്യപ്പെടുത്തുവാൻ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന്റെ 10 മക്കളും ഒരു വിരുന്നുശാലയിൽ വെച്ച് എന്ത് ചെയ്തു? അവർ മരണപ്പെട്ടു ഒറ്റ ദിവസം. അദ്ദേഹത്തിന് ഏതാണ്ട് 2000 ആടുണ്ടായിരുന്നു. ആ ആടല്ല ഒറ്റ ദിവസം കൊണ്ട് മരിച്ചു. അതുപോലെ ചത്തുപോയി. 3000 ഒട്ടകം ഉണ്ടായിരുന്നു, 500 കാളയുണ്ടായിരുന്നു, എന്ന് പറഞ്ഞാൽ 1000 കാള. അതുപോലെ 500 പെൺകഴുതകൾ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇങ്ങനെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഒരു 4 കോടി രൂപയുടെ ഇന്നത്തെ കണക്കനുസരിച്ചുള്ള സ്വത്തുക്കള് അദ്ദേഹത്തിന് നഷ്ടം വന്നു. 10 മക്കളും മരിച്ചു. അപ്പൊ ആ വലിയ പരീക്ഷണത്തിലൂടെ കടന്നുപോയപ്പോൾ ഇയ്യോബ് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നോ? ചെയ്തോ അദ്ദേഹം? ഇവിടെ നമുക്കറിയാം, കപ്പൽ ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തി, കേരളത്തിലെ ഏറ്റവും വലിയ അറക്കൽ കൊട്ടാരം പോണതും അല്ലേ, അദ്ദേഹം സാമ്പത്തിക പരാധീനത മൂലം ആത്മഹത്യ ചെയ്തു എന്നാണ് കഴിഞ്ഞ നാളുകൾക്ക് വായിച്ചത്. അങ്ങനെയെങ്കിൽ ഇയ്യോബ് 10 പ്രാവശ്യം ആത്മഹത്യ ചെയ്യണമായിരുന്നു അല്ലേ. ഇനി അവിടെ കൊണ്ട് തീർന്നില്ല. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് വായിക്കാം. 2-ാം അധ്യായത്തിൽ വീണ്ടും ഒരു പരീക്ഷണം വരികയാണ്. 2-ാം അധ്യായത്തിൽ 4 മുതൽ 6 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു. സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. കണ്ടോ, എന്ത് പണം കൊടുത്തും അല്ലെങ്കിൽ എന്ത് ചെയ്തും എനിക്ക് ഒരു ദിവസം ഭൂമിയിൽ ജീവിക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിച്ച് നമുക്കറിയാം. ഇന്ന് എത്രയോ ഏറ്റവും വലിയ ചികിത്സ ലഭിക്കുന്ന എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കോവിഡ് വന്നപ്പോൾ തന്നെ അറിയാം, നമുക്ക് എന്ത് മുടക്കിയിട്ടാണെങ്കിലും ഈ മനുഷ്യനെ വിപത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാൻ കഴിയും.
അപ്പോൾ നമ്മുടെ സമ്പത്തെല്ലാം അതിന് മുടക്കാൻ നാമും സർക്കാരും എല്ലാം തയ്യാറായി നിൽക്കുക. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ശരീരത്തെ, ഈ ജീവനെ നാം സ്നേഹിക്കുമ്പോൾ ഇവിടെ സാത്താൻ പറയാണ്, നീ അവന്റെ ശരീരത്തിൽ നിന്ന് തൊട്. ആ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ നിമിഷം അവൻ നിന്നെ തിരിച്ചു പറയും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ നാറുന്ന ഭയാനകമായ രോഗം പിടിച്ചു. അവന്റെ ജീവനിൽ മാത്രം തുടർന്ന ദൈവം പറഞ്ഞത്. അപ്പൊ മരണത്തിന്റെ വക്കോളം എത്തിയിരിക്കുക എന്ന് പറഞ്ഞ് ദുഷിച്ച് നാറുന്ന മണം വരുന്ന ഭയാനകമായ പരുക്കൾ അവന്റെ ശരീരത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ പിടിച്ചിരിക്കുക. ആലോചിച്ച് നോക്കുന്നു. അവസാനം അദ്ദേഹം ചാരത്തില് ഉടുത്ത് ചാരത്തിലിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ചാക്കുടുത്ത് ചാരത്തിലിരുന്നു കൊണ്ട് മാടോടുകൊണ്ട് തന്റെ വ്രണങ്ങൾ ഇങ്ങനെ ചുരുണ്ട, ഈ പൊറ്റ പറ്റിയിരിക്കുന്നതല്ല, അങ്ങനെ ചുരുണ്ടി ഈ ചാരം വാരിയിടേ എന്റെ പുളിപ്പെല്ലാം ചെല്ലും. കാരണം മാന്താൻ കഴിയില്ല, അതുകൊണ്ടായി മാടോടുകൊണ്ട് ചുരുണ്ടത്. അങ്ങനെ അദ്ദേഹം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇനി ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാതെ യഹോവയെ തള്ളിപ്പറഞ്ഞ് മരിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രതിവാക്യമുണ്ട്, നീ എന്താ ഈ പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്? ദൈവത്തിൽ നന്മ മാത്രമോ? ദൈവം തരുന്ന ശിക്ഷയും അനുഭവിപ്പാൻ നാം ബാധ്യസ്ഥരല്ലേ? നന്മ മാത്രം മതിയോ? ദുഃഖവും അനുഭവിപ്പാൻ നാം ബാധ്യസ്ഥരല്ലേ എന്ന് പറഞ്ഞു. പൊട്ടി സംസാരിക്കുന്നത്. സ്വന്തം ഭാര്യയാണ് തന്നോട് കൂടെ ഇരിപ്പാൻ കൊടുത്ത തുണ. ആ തുണ ഇപ്പൊ പറയുകയാണ്, നീ ദൈവത്തെ തള്ളിപ്പറ, ഇനി ദൈവത്തെ വിളിച്ച് മുന്നോട്ട് പോകല്ലേ, ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകല്ലേ എന്ന ഭക്തനായിരിക്കുന്ന ഇയ്യോബിനോട് പറഞ്ഞു. ഇയ്യോബ് പറഞ്ഞു, നീ എന്നെ പൊട്ടി സംസാരിക്കുന്നവർ സംസാരിക്കും. കാരണം മരണം കൊണ്ട് ഇവിടെ അവസാനിക്കുവോ? ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഇയ്യോബ് മരിച്ചാൽ ഇയ്യോബിനെ അറിയാം. ഇയ്യോബ് ചെന്നെന്ന് യാതനാ സ്ഥലത്തേക്കാണ്. അവിടുന്ന് പിന്നെ ഭയാനകമായ നരകാഗ്നിയിലേക്ക് എറിയപ്പെടും. അപ്പൊ ഇയ്യോബിന് വ്യക്തമായിട്ടും അറിയാം. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഒരിക്കലും ഒരു ദൈവഭക്തൻ ആത്മഹത്യ ചെയ്യില്ല. അതിന് കാരണം ആ ദൈവഭക്തൻ അറിയാം. ഒന്ന് വായിക്കാം എന്തുകൊണ്ടാണ് ഇയ്യോബ് അത്ര ശക്തമായി പ്രഖ്യാപനം ചെയ്തതിന്റെ കാരണം. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം അതിന് 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എന്റെ ദൈവത്തെ കാണും. എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ ഞാൻ ഇങ്ങനെ വ്രണം പിടിച്ചു മരിച്ചു പോയാലും, ഇത് മണ്ണിലേക്ക് ലയിച്ചു പോയാലും, ഒരു നാൾ എന്റെ പ്രാണപ്രിയൻ വരും. അവന്റെ കാൽ ഈ ഭൂമിയിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഈ ത്വക്ക് എല്ലാം നശിച്ചു പോയി ഈ ശരീരത്തിന് പകരം ഒരു പുത്തൻ ശരീരം നൽകി, ഒരു വിൺശരീരം നൽകി, എനിക്ക് തേജസ്സും ഓജസ്സുമുള്ള ഒരു ശരീരം നൽകി. ആ ശരീരത്തിൽ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ എന്റെ രക്ഷാനായകനെ കാണും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പറയണം, നിങ്ങൾ മരിച്ചുപോയവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. മരിച്ചുപോയവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ മരിച്ചുപോയവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. കാരണം എന്തുകൊണ്ടാ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. 1-ാം പുനരുത്ഥാനം. ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട ആകാശങ്ങൾ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. അതുകൊണ്ടാ ചോദിച്ചത്, ഇതിന് പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് ഇയ്യോബ് ചോദിക്കുക. അപ്പൊ ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം പ്രത്യാശ ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാര് ഒറ്റപ്പെടുത്തി, അല്ലേ? നമ്മൾ വിശുദ്ധ ബൈബിളിൽ ഇയ്യോബിന്റെ പുസ്തകം വായിക്കണം. അദ്ദേഹം കുറ്റപ്പെടുത്തി അങ്ങനെ ആശയം നശിച്ച് നിരാശയിലായിരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രതിനിധിയായിട്ട് എങ്കിലും ഇയ്യോബ് പ്രത്യാശയെ പ്രഖ്യാപിക്കുക. അവിടെ നമ്മളൊക്കെ ഈ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ അറിഞ്ഞിരിക്കണം ഈ വലിയ സംഭവം. നമുക്ക് മുമ്പേ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുടെ ജീവിതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കണം. അവരുടെ പ്രത്യാശ എന്ന് പറയുന്ന ഈ ആയുസ്സിലല്ലായിരുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ കൊരിന്ത്യരിലുള്ള വിശുദ്ധന്മാരോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കൊരിന്ത്യ ലേഖനം 15-19 പറയുകയാണ്, ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ മറ്റു മനുഷ്യർ വെച്ച് അരിഷ്ടന്മാരത്രേ. മറ്റു മനുഷ്യരിൽ അരിഷ്ടന്മാരത്രേ.
70 80 വയസ്സുകൊണ്ട് തീരുന്നതല്ല ഈ ലോക ജീവിതം. ഈ ലോക ജീവിതം അവസാനിക്കും, പക്ഷെ മനുഷ്യ ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. അപ്പോൾ ഒരു പ്രത്യാശയെ പ്രഖ്യാപിച്ചു. ആ ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്ന് വായിക്കാം. ഇയ്യോബിനെ ദൈവം എങ്ങനെയാണ് അനുഗ്രഹിച്ചത്. അവൻ ഈ ക്ലേശങ്ങളിൽ നിന്നും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്താണത്? ആ വിശ്വാസം നമുക്കറിയാം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവസാനം അവൻ പൊടിമേൽ നിൽക്കും. എന്റെ രക്ഷകൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ആ സത്യേക ദൈവമായ യഹോവയായ ദൈവം, ആ ദൈവം മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ എന്റെ വീണ്ടെടുപ്പുകാരനാകുന്നു. അവൻ എനിക്ക് മറുവില കൊടുത്ത് കാൽവറിയിലൂടെ എന്നെ വീണ്ടെടുത്തവനാണ്. അവൻ ഇന്നും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1-ാം ലേഖനത്തില് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തലനായ പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ സർവ്വ ചിന്താകുലവും കർത്താവിന്റെ മേലിട്ടുകൊള്ളുവീൻ. എന്താ കാരണം? വായിക്കാം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിന്റെ കഷ്ടങ്ങൾക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് പുതിയ സൃഷ്ടിയായി തീർന്ന് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ഒരു ദൈവമകനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനം ഓർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ നമുക്ക് സാരമില്ല. കാരണം ഇകത്തിലും പരത്തിലും അനുഗ്രഹിക്കാൻ കഴിയുന്ന പരമകാരുണ്യവാനായിരിക്കുന്ന ആ സ്നേഹസ്വരൂപനായി ജീവൻ കൊടുത്ത് നമ്മെ വീണ്ടെടുത്ത സ്വർഗീയ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തിലുള്ള എല്ലാ നാളും നിന്നോട് കൂടെയുണ്ടെന്ന കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഇരിക്കുന്നു. ആ കർത്താവിന്റെ കരങ്ങളിൽ നാം സംരക്ഷിതരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇനി യേശുക്രിസ്തുവിനെ ഒരിക്കലായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവർ രക്ഷ നഷ്ടപ്പെടില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ നിത്യരക്ഷയുടെ കാരണബോധനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്ന ഒരു വാക്യമുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇതിനെ തന്നിരിക്കുന്ന പിതാവ് എല്ലാവരിലും വലിയവൻ, എന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ ഒരു നാളും കഴിയില്ല, അത്ര ഭദ്രമാണ്. അതുകൊണ്ടാണ് പത്രോസ് ഒരു ചോദ്യം ചോദിച്ചു. വിശുദ്ധ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇങ്ങനെയായി രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും ഈ മരണത്തിന്റെ ഭയാനകമായ നരകത്തിൽ നിന്നും? യേശുക്രിസ്തു പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമാണ്. അത് സ്വയരക്ഷ സാധ്യമല്ല. സ്വയമായി ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അവന് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ ദൈവത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആ ദൈവം മനുഷ്യനായി വന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും പാപം അവന്റെ പരിശുദ്ധമായ ശരീരത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മുടെ പകരക്കാരനായി കാലുവരുടെ ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഒരു അധമഭാവിയെ പോലെ അവന്റെ കൈകാലുകൾ തറയ്ക്കപ്പെട്ടു. നമ്മുടെ പാപപ്രവൃത്തികൾക്ക് അവന്റെ തിരുശരീരം അടിച്ചുഴുചാൽ പോലെ കീറപ്പെട്ടു. നമ്മുടെ പാപത്തിൽ ജനിച്ച പാപജടത്തിൽ പാപത്തെ പാല് പോലെ ആസ്വദിച്ച് ജീവിക്കുന്നുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചെയ്ത പാപത്തിന് അവന്റെ തലയിൽ മുൾമുടി വെച്ച് അടിച്ചിറക്കി. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, വിരൂപമാക്കപ്പെടുമാറ് അതിഭീകരമായ മുറിവുകൾ കൊണ്ട് നിറഞ്ഞതിന്റെ കാരണം, അവന്റെ തിരുരക്തം കാൽവറിയിൽ ചൊരിഞ്ഞതിന്റെ കാരണം, ഈ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ദേഹിയെ വീണ്ടെടുക്കണമെങ്കിൽ, നമ്മുടെ ദേഹത്തെ വീണ്ടെടുക്കണമെങ്കിൽ, നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്ത് ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ച് ദൈവസന്നിധി നിർത്തുവാൻ കഴിയുന്ന പരമയാഗത്തെ പൂർത്തീകരിച്ചുകൊണ്ട് പിതാവേ സർവവും പൂർത്തിയായി എന്ന് പറഞ്ഞ് ആ കർത്താവിന്റെ ആ ജീവനെ പിതാവിന്റെ കൈകളിൽ ഏൽപ്പിച്ചപ്പോൾ സൂര്യൻ ഇരുണ്ടു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കല്ലറുകൾ തുറക്കപ്പെട്ടു. ജെറുസലേം ദൈവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ അടിവരെയും കീറിപ്പോയി. ഇനി പാവങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. വിശുദ്ധ ഇബ്രാഹിം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, മക്കൾ ജഡരക്തങ്ങളുള്ളവനാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടെ വന്ന് മരണാധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിൽ വിശ്വസിച്ചുക. അപ്പോസ്തലനായ പത്രോസിനോട് പറയുകയാണ്, പത്രോസേ
ഞങ്ങൾക്ക് ഈ കാലത്താണോ നീ രാജ്യം യഥാസ്ഥാനത്തേക്ക് തരുന്നത്? പത്രോസ് ചോദിക്കുക. മത്തായി 19:25 മുതൽ താഴോട്ട് വായിക്കുന്നത് 27-28. അവിടെ പറയുകയാണ്, പുനരുദ്ധാനത്തിൽ ഞാൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും എന്ന് പറഞ്ഞാൽ എന്നെ പ്രതി ഒന്ന് വായിക്കാം നമുക്കത്. വിശുദ്ധ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഒന്ന് വായിച്ചു പോകാം. അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. അടുത്തത് പത്രോസ് അവനോട് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അങ്ങേ അനുഗമിച്ചുവല്ലോ. ഞങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മളുടെ സാധാരണ ഒരു ചോദ്യമാണ്. ഈ യേശുക്രിസ്തുവിനെ ഇന്ന് സ്വീകരിച്ചാൽ, ഈ ഭൂമിയിൽ വെച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ, അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരമാണ് പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ നിങ്ങൾ ലജ്ജിക്കരുത്. ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിച്ചാൽ ക്രിസ്തുവിനെ സ്വീകരിച്ച പുതിയ സൃഷ്ടിയായി. പഴയ മനുഷ്യൻ മരിച്ചു, ക്രിസ്തുവിൽ പുതിയ മനുഷ്യൻ ഉയർത്തു, പുതുതായി ജനിച്ചു ആ വ്യക്തി. അതുകൊണ്ടാണ് പഴയ മനുഷ്യന്റെ തന്റെ മരണത്തോട് ഏകീർഭവിക്കുവാൻ ജലത്തിൽ അടക്കം ചെയ്യുന്നു. വീണ്ടും പുനരുദ്ധാനത്തിന്റെ ആ സാക്ഷ്യമാണ് ജ്ഞാനസ്നാനം, അഥവാ ജലത്തിൽ ജ്ഞാനസ്നാനം ഏൽക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചതിന്റെ കാരണം. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകം ഒക്കെയും പോയി സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കഴിപ്പിക്കണം. അങ്ങനെ എന്റെ ശിഷ്യരാക്കണം. ശിഷ്യനാണ് ക്രിസ്ത്യാനി. ആ ക്രിസ്ത്യാനിക്ക് ആയി തീർന്നാൽ, ക്രിസ്ത്യാനിയായി എന്ത് പത്രോസ് പറയാ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടത് നിങ്ങൾ ലജ്ജിക്കരുത്. നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടതെന്ന് വായിച്ച താഴത്തേക്ക് വായിക്കുക. അവിടെ പറയുന്നത് എന്താ? എന്നെ പ്രതി അപ്പനെയോ വായിക്കുക, അല്ലെങ്കിൽ വായിക്കുക. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവിടെ ഭാര്യ എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? എന്താ കാരണം? ഭാര്യ ഭർത്തൃ ബന്ധം ദൈവം സ്വർഗത്തിലെ ബന്ധം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന, അത് മരണം കൊണ്ട് മാത്രമേ വേർപെടുത്തുവാൻ ദൈവവചനത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം മരണം കൊണ്ട് മാത്രം. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താവ് വിശ്വസിച്ചു, ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ അവൾ സ്വയം ഒഴിവായി പോകണമെങ്കിൽ പോകാം, എന്നല്ലാതെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ വ്യവസ്ഥയില്ല. ഭാര്യ കർത്താവിനെ സ്വീകരിച്ചു എന്ന കാരണത്താൽ ഭർത്താവിനെ ഉപേക്ഷിപ്പാൻ വ്യവസ്ഥയില്ല. ഭാര്യയുടെ സാക്ഷ്യമുള്ള ജീവിതം ഭർത്താവിനെയും, ഭർത്താവിന്റെ ക്രിസ്തുവിലുള്ള സാക്ഷ്യമുള്ള ജീവിതം ഭാര്യയെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും. മനസ്സിലായോ? അതുകൊണ്ട് ആ ബന്ധം, ബാക്കി എല്ലാ ബന്ധങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്ന വാക്യം എന്താ? ഇതിനേക്കാൾ എല്ലാം ഉപരി നിങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും അവിടെ പറയും 100 മടങ്ങ് വായിക്കുക. ഇയ്യോബിന്റെ പുസ്തകം, ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് അറിയണ്ടേ? ഇയ്യോബിന്റെ പുസ്തകം ഒന്ന് വായിക്കാം. 42-ാം അധ്യായം എടുത്തു. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിച്ച്. കർത്താവേ സ്തോത്രം സ്തോത്രം അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് കണ്ടോ? എല്ലാവരും ഇയ്യോബിന്റെ തള്ളിക്കളഞ്ഞവരെല്ലാം ഇയ്യോബിന്റെ അടുക്കൽ അവന്റെ സഹോദരന്മാരും സഹോദരിമാരും ചാർച്ചക്കാരും സ്വന്തക്കാരും അവന്റെ കൂട്ടുകാരും എല്ലാം ഇപ്പൊ അവൻ അനുകൂലമായി തീർന്നു. അവരെല്ലാം ചെല്ലുക, വെറുതെ അല്ല ചെന്നത്, അവരെല്ലാം അവന് കാഴ്ചയുമായിട്ടാണ് ചെന്നത്. മനസ്സിലായോ? താഴോട്ട് വായിക്കും. അവന്റെ വീട്ടിൽ അവനോട് കൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ചു ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവന് ഓരോ പൊന്നാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. ഓരോ പൊന്നാണയവും ഓരോ പൊൻമോതിരവുമായിട്ട് ഓരോരുത്തരും വെറുതെ എല്ലാവരും. അടുത്തത്, ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും 14,000 ആട്. ആദ്യം 2,000 നഷ്ടപ്പെട്ടു, 14,000 അടുത്തത് 6,000 ഒട്ടകവും 6,000 ഒട്ടകം 3,000 നഷ്ടപ്പെട്ടുള്ളൂ, ഇപ്പൊ 6,000 കിട്ടി. അടുത്തത് 1,000 ഏർ കാളയും 1,000 ഏർ കാള എന്ന് പറഞ്ഞാൽ 1,000 കാളയെ കഴിഞ്ഞ് അവന് നഷ്ടപ്പെട്ടത്, ഇപ്പൊ 2,000 കിട്ടി. അടുത്തത് 1,000 പെൺകഴുതയും ഉണ്ടായി. അത് മാത്രമേ ഉള്ളോ? മക്കളോ? 7 പുത്രന്മാരും
3 പുത്രിമാരും ലഭിച്ചു. ആ ഇയ്യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ളവര്, അത്ര സൗന്ദര്യവതികളായിരുന്നു ആ മക്കളെന്നാ പറയുന്നത്. വായിക്കുക, താഴത്തേക്ക് വായിക്കുക. മൂത്തവൾക്ക് യമീമ എന്നും രണ്ടാമത്തവൾക്ക് കെസിയ എന്നും മൂന്നാമത്തവൾക്ക് കേരൻ ഹപ്പൂക്ക് എന്നും പേർ വിളിച്ചു. ഇയ്യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അടുത്തത്, അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോട് കൂടെ അവർക്ക് അവകാശം കൊടുത്തു. കണ്ടോ, അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാർക്ക് ഒപ്പം തന്നെ അവകാശം അവർക്ക് കൊടുത്തു. അടുത്തത്, അതിന്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. 140 സംവത്സരം വീണ്ടും താൻ മക്കളോടും മരുമക്കളെയും അതുപോലെ തന്റെ കൊച്ചുമക്കളെയും എല്ലാം കണ്ട് എത്ര തലമുറ വരെയാ? അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറ കണ്ട് അവൻ ജീവിച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. നിന്നെ ഞാൻ ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തും. അപ്പോൾ ഈ ആയുസ് നമുക്ക് സ്വയം നശിപ്പിക്കാനുള്ളതല്ല. ഈ ആയുസ്സിൽ അനുഗ്രഹിക്കുന്ന ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഒരു ഏക കാരണം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സമീപനമാണ്. ദൈവവും നാമും തമ്മിലുള്ള സമീപനം എങ്ങനെയായിരിക്കുന്നുവോ അതിന്റെ പ്രതിഫലനമാണ് ആത്മഹത്യാപരമായ പാപജീവിതവും ആത്മഹത്യ ചെയ്യുന്നതും. ഒന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ച്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായും ഈ കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതും അതുപോലെ എത്ര കഷ്ടങ്ങളിലൂടെ കടന്നുപോയാലും മനുഷ്യൻ ആത്മഹത്യ ചെയ്യാതെ ഈ ജീവിതത്തിൽ വളരെ പ്രത്യാശയോടെ ജീവിക്കുന്നത്. വായിക്കാം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. കേട്ടോ, ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. അപ്പൊ ദൈവത്താൽ വന്ന കഷ്ടതകൾ ഇയ്യോബിന് അനുഗ്രഹമായി തീർന്നു. എന്നാൽ ലോകത്തെ സ്നേഹിച്ചു പോയ യൂദായുടെ ജീവിതം മരണത്തിലേക്ക് കലാശിച്ചു. ഒന്ന് വായിച്ചുകൊള്ളുക. യൂദ ചെയ്തൊരു കാര്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. യൂദ ചെയ്തു കാര്യം എന്താണ്? മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. മത്തായി സുവിശേഷം 27-ാം അധ്യായം, വിശുദ്ധ മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ചു. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് യൂദാസ് കണ്ട് അനുദപിച്ചു. ദുഃഖം ഉണ്ടായിട്ടുണ്ട്. അനേകർ പാപത്തെ കുറിച്ച് ദുഃഖമുള്ളവർ അവനെ തീർത്ഥാടനം പോവും, അതുപോലെ തന്നെ നേർച്ച കാഴ്ച വഴിപാടുകൾ കഴിക്കും, അനേകം മതകർമ്മങ്ങൾ ചെയ്യും. വേണമെങ്കിൽ നമുക്കറിയാം, ഈ ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ട് അനാവധി ത്യാഗങ്ങൾ സഹിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നുപോലെ യൂദാസും താൻ അനുദപിച്ചു, അല്ലെ? അപ്പൊ അനുതാപം ഉണ്ടായി. പക്ഷെ എന്ത് സംഭവിച്ചു? 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും 30 വെള്ളിക്കാശ് കൊണ്ട് അവൻ ചെന്നത് ദൈവത്തിന്റെ അടുക്കലേക്കല്ല, തന്റെ മതത്തിന്റെ നേതാക്കന്മാരുടെ അടുക്കലേക്ക്. ഇന്നത്തെ മനുഷ്യർ പോയിട്ടിരിക്കുന്ന ഏറ്റവും വലിയ മൗഢ്യത എന്ന് പറയുന്നത് അതാണ്. മനുഷ്യനിൽ ആശ്രയിക്കും, യഹോവയിൽ ആശ്രയിക്കും നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കും, കർത്താവിൽ ആശ്രയിക്കും നല്ലത്. അവരുടെ അടുക്കലേക്ക് ചെന്നു. അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു വന്നിരിക്കുന്നത്. അത് ഞങ്ങൾക്കെന്താ? അതിന് ശിക്ഷ നീ തന്നെ അനുഭവിച്ചു കൊള്ളുക. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ മതങ്ങൾ ഇത് തന്നെയല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജനിച്ച അന്ന് മുതൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പല കർമ്മങ്ങൾ ചെയ്യും. അവസാനം മരണസമയത്തും പറയും, പാപിയുടെ ആത്മാവോട് കരുണ തോന്നണമേ. മരണശേഷവും പറയും, പാപിയുടെ ആത്മാവോട് കരുണ തോന്നണമേ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞു, കുരുടൻ വഴികാട്ടി 2 പേരും കുഴിയിൽ വീഴും. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ആ ഉദ്ധരണി നമുക്ക് വായിക്കും. വിശുദ്ധ മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇവർ ഒരുവനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കും, ചേർന്ന ശേഷം ഇരട്ടിച്ച് നരയോഗ്യനാക്കും. വായിച്ച് ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയണ്ടേ? ആ തിരുവെഴുത്ത് വായിക്കുക. മത്തായി 23-ന്റെ-14. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു, ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കും. കേട്ടോ, ഇരട്ടിച്ച നരകയോഗ്യൻ ഈ മതം മനുഷ്യന് എഴുതി കൊടുക്കുന്നതാ. കാരണം എന്തുകൊണ്ടാ? അവർ പോകുന്നില്ല. വായിക്കാം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായം 45-ാമത്തെ വാക്യം. നിലയങ്ങളുടെ നടപ്പാനിച്ചയ്ക്കും അങ്ങാടിയിൽ വന്നലും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും പ്രിയപ്പിടിഞ്ഞ് ശാസ്ത്രിമാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങും,
ഉപായകരമായി ദീർഘമായി പ്രാർത്ഥിക്കും. അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും. സാമാന്യ ബുദ്ധി ചിന്തിച്ച ഇവരാരാൻ തിരിച്ചറിയാം. അവരോ കടക്കുന്നില്ല, കടക്കാൻ പോകുന്നവരെ സമ്മതിക്കുന്നുമില്ല. ഇതാണ് മനുഷ്യന്റെ ദയനീയമായ അവസ്ഥ. യൂദാ എന്ത് ചെയ്തു? വായിച്ചു. യൂദാ എന്ത് ചെയ്തേ? അവൻ ആ മന്ദിരത്തിലേക്ക് പണം എറിഞ്ഞു കളഞ്ഞ ശേഷം ചെന്ന് കെട്ടിഞ്ഞാണ് ചത്ത് കളഞ്ഞു. യൂദായാണ് ഇന്ന് ആത്മഹത്യ ചെയ്യുന്നവർക്ക് വഴികാട്ടിയായിരിക്കുന്നത്. അവരുടെ നേതാവായിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് യൂദാസ് ഇസ്കരിയോത്താവ്. അല്ല, ജീവങ്കിലേക്ക് പോകുന്നവരുടെ നേതാവായിരിക്കുന്നത്, മാർഗ ഗുരുവായിരിക്കുന്നത് ആരാ? കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്ക് എത്തുന്നില്ല. കർത്താവിനെ സ്വീകരിച്ചവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ നിത്യജീവൻ വസിക്കുന്നു. ആ നിത്യജീവൻ വസിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നുപോയാലും, എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചാലും, അവൻ ലോകത്തിന്റെ ഭയാനകമായ പീഡയുടെ വേദനയുടെ കാഠിന്യത്തിലൂടെ കടന്നുപോയാലും ആ വ്യക്തിക്കൊന്നറിയാം, എന്റെ കർത്താവ് മടങ്ങി വരും. അതുകൊണ്ടാണ് ഇനി നാം കാത്തിരിക്കുന്നത്. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർ കാത്തിരിക്കുന്നത്. വിശുദ്ധ എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 9-ാം അധ്യായത്തിന് 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷയ്ക്കായി രണ്ടാമതും പ്രത്യക്ഷനാകും. നാം കർത്താവിനായിട്ടാണോ ഒന്ന് കാത്തിരിക്കുന്നത്? കർത്താവിന്റെ വരവിനായിട്ടാണോ നാം കാത്തിരിക്കുന്നത്? അങ്ങനെ കാത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇന്ന് ലോകത്ത് കാണുന്ന ഈ സംഭവവികാസങ്ങളൊന്നും നമുക്ക് മരണകരമായ കാരണങ്ങളല്ല. എന്തെല്ലാം സംഭവിച്ചാലും നാം ഒരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയോ അതുപോലെ സ്വയം ആത്മഹത്യയോ ചെയ്യില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമുക്കറിയാം, കാറ്റും കടലും അലറി വന്നപ്പോൾ ആ ഗലീല കടലിലൂടെ ശിഷ്യന്മാർ ഭയപ്പെട്ട സമയത്ത് അതേ കർത്താവ് അവരുടെ പടകിൽ ഉറങ്ങുക. ആ കർത്താവ് എഴുന്നേറ്റ് പറഞ്ഞു, കാറ്റെ അമരുക, കടലെ ശാന്തമാകുക. കാറ്റും കടലും അവൻ അല്പാക്ഷരം കൊണ്ട് ശാന്തമാക്കിയവനാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് വിഷയങ്ങൾക്കും പരിഹാരകൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് മരണകരമായിരിക്കുന്ന രോഗം നമ്മെ പിടിച്ചാലും നമുക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ അവൻ വാനമേഘങ്ങളിൽ, അവൻ സ്വർഗത്തിൽ നിന്നും സ്വർഗങ്ങളിലേക്ക് ഇറങ്ങി വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ച ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. അങ്ങനെ നാം കർത്താവിന്റെ അടുക്കൽ ചെല്ലുകയും ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ശേഷം നാം ക്രിസ്തുവേശുവിൽ ചെയ്ത സൽപ്രവർത്തികൾക്ക് നമുക്ക് പ്രതിഫലങ്ങളെ നൽകും. അങ്ങനെ 5 കിരീടങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ആ കിരീടങ്ങളെയും വാങ്ങി ക്രിസ്തുവിനോട് കൂടെ നാം ഭൂമിയിലേക്ക് വീണ്ടും മടങ്ങി വരും. മടങ്ങി വന്ന് നാം ക്രിസ്തുവിനോടുകൂടെ നീതി വസിക്കുന്ന, സത്യം ഭരിക്കുന്ന, സ്നേഹം ഭരിക്കുന്ന, ആ സമത്വസുന്ദര സാഹോദര്യമായിരിക്കുന്ന, ഏറ്റവും മനോഹരമായിരിക്കുന്ന ഈ ഭൂമിയിലെ 1000 ആണ്ട് ക്രിസ്തുവിന്റെ ഭരണത്തോട് നാം അവനോടുകൂടെ ഭരിക്കും. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല. പിന്നെ എന്താണ് അടുത്തത്? നമുക്കറിയാം, നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടും തീരുന്നില്ല. നമ്മുടെ പ്രത്യാശയെ കുറിച്ച് പറയുന്നത്, ഇപ്പറൊക്കെ പത്രോസ് പറയുന്നത്, നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് പ്രതിപാദനം ചോദിക്കുന്ന ഏതൊരു വ്യക്തിയോടും വളരെ പ്രത്യുത്തരം പറയും. സൗമതി സാവധാനമായി പ്രത്യുത്തരം പറയണം. വായിച്ചു നമുക്ക് എന്താണ് പ്രത്യാശ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രമിനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ ഇരുന്ന് ഒരു മഹാശബ്ദം കേട്ടത്, ഇതാ മനുഷ്യരോട് ദൈവത്തിന്റെ കൂടാരം, ദൈവവും മനുഷ്യരും ഒരുമിച്ച് വസിക്കുന്നു. അടുത്തത്, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും, അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും.
ഇനി മരണം ഉണ്ടാകുകയില്ല എന്ന് പറയാൻ അമർത്യമായ ശരീരമാണ്. ഇനി മരണം ഉണ്ടാകുകയില്ല. അടുത്തത് ദുഃഖവും മുറവിളിയും ഇനി കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് അതെല്ലാം കഴിഞ്ഞു പോയി കഴിഞ്ഞു. സിംഹാസനത്തിൽ ഇരിക്കുന്നവനോട് ഇതാ ഞാൻ സകലവും പുതുതാക്കിയിരിക്കുന്നു. അടുത്തത് എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ഇതുപോലെ സത്യം ചെയ്ത് എഴുതിയ മറ്റൊരു ഗ്രന്ഥവുമില്ല. സത്യദൈവത്തെ വെളിപ്പെടുത്തിയ മറ്റൊരു ഗ്രന്ഥമില്ല. സത്യാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യഗ്രന്ഥം, വിശുദ്ധ രേഖ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം എന്ന് ലോകത്ത് അവകാശപ്പെടുവാൻ യോഗ്യതയുള്ള ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ആ വിശുദ്ധ ബൈബിളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി മരണം ഉണ്ടാകുകയില്ല. ദൈവത്തോട് മനുഷ്യന്റെ ആ നിത്യത എങ്ങനെയായിരിക്കും, ആ നിത്യകാലം എങ്ങനെയായിരിക്കും, ആ നിത്യത അഥവാ കൽപ്പാന്തകാലം നാം ദൈവത്തോടുകൂടെ നിത്യത വരെ നിത്യയിൽ വസിക്കേണ്ടവരാണ്. അതുകൊണ്ട് ആത്മഹത്യ ഒരു കാരണവശാലും ദൈവികമല്ല, അത് പൈശാചികമാണ്. അത് സ്വയം ഹത്യ ചെയ്യുന്നു, കൊലപാതകമാണ്. അതുകൊണ്ടാണ് ഒരു കൊലപാതകരുടെ ഉള്ളിലും ദൈവാത്മാവ് നിത്യാത്മാവ് വസിക്കുന്നില്ല. അതുകൊണ്ട് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും ഹൃദയനാഥനുമായി സ്വീകരിപ്പാൻ ഭൂമിയിൽ ലഭിച്ച സമയമാണ് ഈ ആയുസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആയുസ് ഏറ്റവും വിലയേറിയതാണ്. ദൈവം തന്ന ഈ സമയം നാം തക്കത്തിന് ഉപയോഗിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് നിത്യജീവന്റെ അവകാശികളായി തീർന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.